അന്ന് എലിയെ കാണാതെ തിരിച്ച് ഹീറോ വീട്ടിലേക്ക് വന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു പുഴയിൽ നിന്നും ഒരു ജഡം കണ്ടുകിട്ടിയത്രേ. ഒരു ടീനേജ് കുട്ടിയുടേതാണെന്നാണ് പറഞ്ഞത്. ആരുടേതാണെന്ന് എനിക്കറിഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു എന്ന് ഹീറോയുടെ അച്ഛൻ പറയും. ഇത് കേട്ടുടനെ ഹീറോ തോട്ടിലേക്ക് ഓടിപ്പോകുന്നുണ്ട്. അപ്പോഴാണ് പോലീസുകാരെ എലിയുടെ ജഡം എടുത്തുകൊണ്ട് വരുന്നത് ഹീറോ കാണുന്നത്. ഈ ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞ് പ്രസന്റിലേക്ക് വന്നാൽ ഹീറോ അന്ന് വൈകിട്ട് ലോക്കൽ പോലീസുകാരന്റെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് അത്താഴം കഴിക്കാൻ. അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസുകാരന്റെ ഭാര്യ, നിങ്ങൾ ഈ കേസ് അന്വേഷിക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടോ. എന്റെ ഭർത്താവിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ, കാരണം പുള്ളിക്കാരൻ ഈ കൊലപാതകം കണ്ടതിന് ശേഷം ഇതുവരെ ഉറങ്ങിയിട്ടില്ല. അങ്ങേരെ അപ്സെറ്റാണ്. നിങ്ങൾ അങ്ങേരെ കൂടുതൽ കുഴപ്പത്തിൽ കൊണ്ട് ചാടിക്കരുത്. ഇത് കേട്ട് ഹീറോ പറയും, പെങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. എനിക്കൊരു സത്യം അറിയണമെന്നുണ്ടായിരുന്നു, നിങ്ങളെ ഭർത്താവിനെ പോലെ. അത്രയേ ഉള്ളൂ. ഇതിലെന്തെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിൽ അത് ഞാൻ ഏറ്റെടുത്തോളാം. നിങ്ങളെ ഭർത്താവിന് ഒരു കുഴപ്പമുണ്ടാവില്ല. ഇതും പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചിട്ട് ഹീറോ വീട്ടിലേക്ക് തിരിച്ചു പോവാ. അപ്പൊ വീണ്ടും ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. എലി മരിച്ച ദിവസം വൈകിട്ട് ലൂക്ക് ഹീറോയെ കാണാൻ വരുന്നുണ്ട്. അവൻ ഹീറോയോട് പറയും, പഡ്ഡി, വലിയൊരു കുഴപ്പമുണ്ട്. എലിയുടെ കയ്യിൽ നിന്നും നിന്റെ ചെറിയൊരു ലെറ്റർ കിട്ടിയിട്ടുണ്ട്. നീ അവളെ തോട്ടിൽ വെച്ച് കാണാന്ന് പറഞ്ഞ ലെറ്റർ. അതുകൊണ്ട് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് നീ അവൾ എന്തോ ചെയ്തു എന്നാണ്. ഇത് കേൾക്കുമ്പോൾ ഹീറോ പറയും, ആ ലെറ്റർ എഴുതിയത് ഞാൻ തന്നെയാ, പക്ഷെ അവള് തോട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവളെ കണ്ടിട്ടില്ലടാ, അതാണ് സത്യം. അപ്പൊ ലൂക്ക് പറയും, ഇതൊന്നും പറഞ്ഞ ആരും വിശ്വസിക്കില്ല. ഒരു കാര്യം ചെയ്യാം, നീ അവിടെ ചെന്നിരുന്നു, അവളെ കണ്ടില്ല. അപ്പൊ നീയും ഞാനും കൂടെ ചേർന്ന് മുയലുകളെ പിടിക്കാൻ വേണ്ടി കോരൻ റോഡിലേക്ക് പോയി 2 മുയലുകളെ പിടിച്ചു. ഈ കാര്യം നമുക്ക് പോലീസിനോട് പറയാം. ഞാനും നീയും ഒരേ കാര്യം പറയണം, എന്നാലേ നിനക്ക് രക്ഷയുള്ളൂ. ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ നീ ജയിലിലാവെന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരനെ ഇറങ്ങിപ്പോവും. പിറ്റേന്ന് പോലീസ് വരുന്നു. ഈ ലെറ്റർ കാണിച്ചിട്ട് അവരച്ഛനോടും ഹീറോയോടും എലിയുടെ മരണത്തെപ്പറ്റി ചോദിക്കുന്നു. അച്ഛൻ എനിക്കൊന്നും അറിയില്ല, മോൻ എവിടെയോ ചെന്നിട്ട് തിരിച്ചു വന്നാണെന്ന് പറയും. ഹീറോയാണെങ്കിൽ ഞാൻ പുഴയിലേക്ക് ചെന്നിരുന്നു, അവളെ കാണാത്തോണ്ട് കൂട്ടുകാരനുമൊത്ത് മുയലുകളെ പിടിക്കാൻ പോയതാണെന്ന് പറയും. അതേ സംഭവമാണ് കൂട്ടുകാരനും പറഞ്ഞിരിക്കുക. അങ്ങനെയാണ് ചെറുപ്പത്തിൽ ഈ കേസിൽ നിന്ന് ഹീറോ രക്ഷപ്പെടുന്നത്. ശരിക്കും ലൂക്കാണ് ഹീറോയെ രക്ഷപ്പെടുത്തിയത്. ഇപ്പൊ പ്രസന്റിലേക്ക് വന്നാൽ ക്ലിനിക്കിലെ CCTVന്ന് നമ്മൾ നേരത്തെ കണ്ട ജെയിംസ് ഇല്ലേ, അടുത്ത ഫാമിലെ ആള്, അയാൾ ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് ക്ലിനിക് പാസ് ചെയ്ത് പോകുന്നതായിട്ട് കാണാം. അയാൾ ഇല്ല എന്നാണ് പറഞ്ഞത്, എങ്ങോട്ടും പോയിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ആ സമയത്ത് അയാൾ പാസ് ചെയ്ത് പോയതായിട്ടുള്ള വീഡിയോ ഉണ്ട്. ഇത് കണ്ട ഉടനെ ഹീറോ ആ ജെയിംസ് എവിടെയാണെന്ന് അന്വേഷിച്ച് നേരെ ബാറിലേക്ക് ചെല്ലും. അപ്പൊ അവിടെയാണെങ്കിൽ ഈ ജെയിംസും ഗ്രാൻഡും തമ്മിൽ പൊരിഞ്ഞാടി. എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ ജെയിംസ് ഗ്രാൻഡ് ആണ് ലൂക്കിനെയും കുടുംബത്തെയും കൊന്നത്. ഗ്രാൻഡ് ആ പാഠം ആഗ്രഹിച്ചിട്ട് ഈ കുടുംബത്തെ ഇല്ലാതാക്കിയതാണെന്നുള്ള കഥ ജെയിംസ് നാടാകെ പരത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഗ്രാൻഡ് ജെയിംസിനെ പിടിച്ചിടിച്ചത്. കൂട്ടത്തിൽ വെറുതെ 2 കുപ്പി ബിയർ അടിക്കാൻ വന്ന നമ്മുടെ പ്രിൻസിപ്പാൾക്കും കിട്ടിയിട്ടുണ്ട്. പുള്ളി തടയാൻ ചെന്നായിരുന്നു, വായടിച്ച് പരത്തിയിട്ടുണ്ട്. ഇപ്പൊ ഹീറോ ചെന്ന് എല്ലാവരെയും സമാധാനിപ്പിച്ചിട്ട് ഗ്രാൻഡിനെ വാൺ ചെയ്യും, നിന്റെ പേരെങ്ങനെ അവൾ എഴുതി വെച്ചു എന്നുള്ളത് ഞാൻ ആദ്യം കണ്ടുപിടിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിക്കാം. നിന്റെ വീടിന്റെ ചാവി ആദ്യം താന്ന് പറഞ്ഞ് ഹീറോ ഗ്രാൻഡിന്റെ ഹൗസ് കീയും വാങ്ങിച്ച് ജെയിംസിനെയും വിളിച്ചിട്ട് ആദ്യം ക്ലിനിക്കിലേക്ക് ചെല്ലും. അവിടെ നിന്ന് ജെയിംസിന്റെ വെട്ടിപ്പോയ മണ്ടയൊക്കെ തുന്നിച്ചേർക്കുന്നുണ്ട് അവിടുത്തെ ഡോക്ടറെ സഹായം കൊണ്ട്. അപ്പോഴാണ് ഈ ഡോക്ടർക്കും ജെയിംസിനും തമ്മിൽ എന്തോ ഒരു അവിചാരിതമായ ബന്ധമുണ്ടെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുക. സോ ഹീറോ ഡോക്ടറെ വിളിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യും. ലൂക്കും കാരനും മരിക്കുന്ന ദിവസം അതേസമയം ജെയിംസ് ഈ ക്ലിനിക്കിന്റെ ഭാഗത്തേക്ക് വന്നു പോയിട്ടുണ്ട്. അത് ഞാൻ CCTV കണ്ടതാ. അവനോട് ചോദിച്ചപ്പോൾ ഇല്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഡോക്ടർ സത്യം പറയൂ, അന്ന് എന്താണ് സംഭവിച്ചത്, എന്തിനാണ് അവൻ ഇങ്ങോട്ട് വന്നത്? ഇത് കേട്ട് ഡോക്ടർ പറയും, നിങ്ങൾ അവനെ സംശയിക്കണ്ട, അവനൊരു മണ്ടനാണ്. ഈ കൊലപാതകവുമായിട്ട് അവന് ബന്ധമില്ല. ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്, ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണ്. എന്നെ കാണാൻ വേണ്ടിയിട്ടാണ് അവൻ വന്നത്. സംസാരിച്ചു കഴിഞ്ഞ് അവൻ വീട്ടിൽ പോയി. ഇതാണെന്ന് സംഭവിച്ചതെന്ന് പറയും. ഇത് കേട്ട് ഹീറോ നേരെ ജെയിംസിനെ കണ്ടിട്ട്, എന്നോട് നീ എന്തിനാ കള്ളം പറഞ്ഞ് അന്ന് സംഭവിച്ച കാര്യം പറയായിരുന്നില്ലേ? ഞാൻ നിന്നെ സംശയിക്കില്ലായിരുന്നു, അത് ഒളിച്ചു വെക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇത് കേട്ട് ജെയിംസ് പറയും, ഇങ്ങനെ ഒരു ഗ്രാമീണ ഗ്രാമത്തിൽ ഞങ്ങളുടെ ബന്ധത്തെ ആരും അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല, അത് നിങ്ങൾക്കും അറിയാം. അതുകൊണ്ട് ഇത് തുറന്നു പറയാൻ ഞാൻ മടിച്ചാണെന്ന് പുള്ളി പറയും. ആ സീൻ കഴിഞ്ഞ് അവിടുന്ന് കട്ട് ചെയ്താൽ വീണ്ടും പാസ്റ്റിലേക്ക് പോകുന്നു. ഹീറോയാണ് എലിയെ കൊന്നെന്നും പറഞ്ഞിട്ട് എലിയുടെ അച്ഛനും ആ കസിൻ പയ്യനും കൂടെ ചേർന്ന് ഹീറോയുടെ വീടിന് ഫ്രണ്ടിൽ പശുക്കിടാവിനെ കൊണ്ടുവന്നിട്ടിരുന്നു. എന്നിട്ട് എല്ലാ ദിവസവും ശല്യം ചെയ്യും. സോ അവരെ പേടിച്ച് അച്ഛൻ ഹീറോയെയും വിളിച്ച് ആ നാട് വിട്ടു പോകാൻ തയ്യാറാവുമായിരുന്നു. അപ്പോഴാണ് ഗ്രച്ചൻ, ആ 2ാമത്തെ കൂട്ടുകാരി, എലിയുടെ മരണച്ചടങ്ങിൽ പോലും പങ്കെടുക്കാതെ നീ അവളെ ഇട്ടെറിഞ്ഞ് പോവാണോ, ഇത് ന്യായമാണോ എന്നും പറഞ്ഞു വന്ന് ചോദിക്കുക. അപ്പൊ ഹീറോ മറ്റൊന്നും ചെയ്യാൻ കഴിയാതെ, ഞാൻ ഉറപ്പായിട്ടും തിരിച്ചു വരാം, ഇപ്പൊ എന്നോട് ക്ഷമിക്കുമെന്ന് പറഞ്ഞ് അച്ഛനോടൊപ്പം ചേർന്ന് ആ നാട് വിട്ടുപോകും. പക്ഷെ പിന്നീട് ഒരിക്കലും ഹീറോ തിരിച്ചു വന്നിട്ടില്ല. ഇപ്പോഴാണ് വരുന്നത്. വീണ്ടും പ്രസന്റിലേക്ക് വന്നാൽ തന്റെ കൂട്ടുകാരനെയും കുടുംബത്തെയും അടക്കം ചെയ്ത സെമിത്തേരിയിലേക്ക് ഹീറോ പോകുന്നു. അവിടെ തന്നെയാണ് എലിയെയും അടക്കം ചെയ്തിട്ടുള്ളത്. ആ കല്ലറ ഹീറോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും എലിയുടെ അച്ഛൻ അങ്ങോട്ട് വരുന്നു. അച്ഛൻ ഹീറോയെ കണ്ടിട്ട് പറയാണ്, എലിയുടെ ബോഡിക്കരികിലേക്ക് പോലും നീ വരാൻ പാടില്ല. നീ ആ പയ്യനാണല്ലേ എന്റെ കൊച്ചിനെ ഇല്ലാതാക്കിയ പയ്യൻ. നീയും ലൂക്കും ചേർന്ന് പറഞ്ഞ കഥകളെല്ലാം സത്യമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കണോ? അന്ന് നിങ്ങൾ വേട്ടയ്ക്ക് പോയിട്ടില്ല, അതെനിക്ക് ഉറപ്പായിട്ടും അറിയാം.
പറയാം. എനിക്ക് മാത്രമല്ല, നിന്റെ അച്ഛനും അത് അറിയാമായിരുന്നു. എന്നിട്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. ആ കഥ പോലീസ് വേണമെങ്കിൽ വിശ്വസിച്ചിട്ടുണ്ടാകാം, പക്ഷെ ഞങ്ങൾ ആരും വിശ്വസിച്ചിട്ടില്ല. ഇത് കേൾക്കുമ്പോൾ ഹീറോ എലിയുടെ അച്ഛനോട് ചോദിക്കും, ഞാനും ലൂക്കും അന്ന് ഒരുമിച്ചല്ലായിരുന്നു എന്നെങ്ങനെയാണ് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുക? കാരണം മറ്റെന്തെങ്കിലും നിങ്ങൾക്കറിയുമായിരുന്നോ? അതെങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയത്? അതിനു പുറകിലെ സത്യം എന്താണ്? അത് കേൾക്കുമ്പോൾ അച്ഛൻ പറയും, എനിക്കറിയാവുന്ന സത്യം ഞാൻ എന്റെ മോളെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾ കള്ളന്മാരാണ് എന്നുള്ളത്. ഹീറോ അതിന് മറുപടി ഒന്നും പറയില്ല. അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. വീണ്ടും ഫ്ലാഷ് ബാക്ക്. ഈ നാട് വിട്ടു പോകാൻ ഹീറോയും അച്ഛനും ഒരുങ്ങിയപ്പോഴും എലിയുടെ അച്ഛനും കസിൻ പയ്യനും പുറകെ വന്ന് ഇവരെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇനി ഈ ഭാഗത്തേക്ക് തിരിച്ചു വരാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇവരെ മിരട്ടിയിരുന്നു. ആ സമയത്ത് അച്ഛൻ ഹീറോയോട് ചോദിച്ചാണ്, സത്യം പറ, ആ പെണ്ണിന്റെ മരണവുമായിട്ട് നിനക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോന്ന്? നീയും ലൂക്കും അന്ന് ഒരുമിച്ചായിരുന്നോ എന്ന്. ഹീറോ അച്ഛനോടും കള്ളം പറയും, ഞാനും ലൂക്കും അന്ന് ഒരുമിച്ചായിരുന്നു. എലിയുടെ മരണവുമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ലാന്ന്. വീണ്ടും പ്രസന്റിലേക്ക് വന്നാൽ ഹീറോ കൂട്ടുകാരിയെ കാണാൻ ചെല്ലുന്നുണ്ട്. ചുമ്മാ കാഷ്വലായിട്ട് കാണാൻ ചെല്ലുന്നതാണ്. അപ്പൊ കൂട്ടുകാരി റാബിറ്റുകളെ വെടിവെച്ചുകൊണ്ടിരിക്കുകയാവും. ആ സമയത്താണ് കൂട്ടുകാരിയുടെ ബാഗിൽ നീല ഉണ്ടകൾ ഹീറോ കാണുന്നു. അവൾ ഉപയോഗിക്കുന്ന നീല ഉണ്ടകളാണ്. ഹീറോ അവൾക്കറിയാത്ത രീതിയിൽ ആ തോക്ക് വാങ്ങി പരിശോധിക്കുന്നുണ്ട്. ഒരു റാബിറ്റിനെ വെടിവെക്കാൻ നോക്കുമെങ്കിലും ഹീറോയ്ക്ക് കൊല്ലുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് അവൻ അത് ചെയ്യുന്നില്ല. കൂട്ടുകാരിയാണ് ആ മുയലുകളെ വെടിവെക്കുന്നത്. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ സ്കൂളിനെ സംബന്ധിച്ചുള്ള കുറെ റെക്കോർഡ്സുകൾ ഉണ്ടാവും. അത് സ്കൂളിന് വേണ്ടിയുള്ള ഫണ്ട് റേസിംഗ് റെക്കോർഡുകളാണ്. ഇവരെ ഗ്രാമത്തിലെ സ്കൂളിനെ ഒന്ന് വലുതാക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് റേസിംഗ് ഇവർ ചെയ്യുന്നുണ്ട്. അതിനകത്ത് മരിച്ച കാരന്റെ ഹാൻഡ് റൈറ്റിംഗ് കാണാം. അവളായിരുന്നു ആദ്യം ആ അക്കൗണ്ട്സ് ഒക്കെ നോക്കിയത്. ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഹീറോ കൂട്ടുകാരിയുടെ കയ്യിൽ നിന്ന് വെള്ളമൊക്കെ വാങ്ങിച്ച് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കാരൻ എന്നെക്കുറിച്ച് എപ്പോഴെങ്കിലും നിന്നോട് സംസാരിച്ചിരുന്നോ എന്ന് ഹീറോ കൂട്ടുകാരിയോട് ചോദിക്കുക. ഹീറോയും പറയും, കാരന് നിന്നെ ഒരിക്കലും അറിയാനുള്ള ചാൻസ് ഇല്ല എന്ന്. ഹീറോ പോയിട്ട് വർഷങ്ങളായില്ലേ, പിന്നെ അവൾക്ക് അറിയില്ല. എന്നാൽ അവളുടെ പുസ്തകത്തിനകത്ത് എന്റെ ന്യൂസ് പേപ്പർ കട്ടിംഗ് ഉണ്ടായിരുന്നു എന്ന് ഹീറോ കൂട്ടുകാരിയോട് പറയും. ആ സമയത്താണ് കൂട്ടുകാരിയുടെ മോൻ ട്യൂഷൻ ക്ലാസ്സിന് വേണ്ടി ഇറങ്ങിപ്പോകുന്നു. ഇത് കഴിഞ്ഞ് രണ്ടുപേരും ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിരിക്കുമ്പോൾ പഴയ ഫോട്ടോസ് കാണിച്ചു തരാമെന്നും പറഞ്ഞ് കൂട്ടുകാരി ഹീറോയെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകും. പഴയ ഫോട്ടോകൾ ഇവര് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടുപേരും കൂടെ ഉമ്മ വെച്ച് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പോകുന്നു. അപ്പോഴേക്കും കൂട്ടുകാരിക്ക് ഒരു കോള് വരും. ഇവൾ ആ കോൾ എടുത്ത് സംസാരിക്കുമ്പോൾ ഹീറോ തന്റെ കയ്യിൽ കിട്ടിയ ആൽബം വീണ്ടും വീണ്ടും മറിച്ചു നോക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് കൂട്ടുകാരിക്ക് ജനിച്ച കുഞ്ഞിനെ ഹീറോയുടെ ഫ്രണ്ട് ലൂക്ക് കയ്യിൽ വെച്ചിട്ട് ആ ജനിച്ച ദിവസത്തെ മാർക്ക് ചെയ്ത് ആൽബത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കൂട്ടുകാരിയുടെ മോന്റെ മുഴുവൻ പേരിന് പിറകിലായി ലൂക്കിന്റെ സർനെയിം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കൂട്ടുകാരിയുടെ മകന്റെ അച്ഛൻ ഹീറോയുടെ കൂട്ടുകാരൻ ലൂക്ക് തന്നെയാണ്. ക്രിച്ചൻ തിരിച്ചു വരുമ്പോ ഹീറോ കൂട്ടുകാരിയോട് ചോദിക്കും, അങ്കിൾക്കും ആന്റിക്കും ഇത് അറിയോന്ന്? അപ്പൊ കൂട്ടുകാരി പറയും, എന്തറിയോന്ന്? നീ തെറ്റിദ്ധരിച്ച, എന്റെ മോന്റെ അച്ഛൻ ലൂക്കല്ല, അയാൾ ഏതോ വഴിപോക്കനാ. 2 ദിവസത്തെ പരിചയം ഉണ്ടായിരുന്നുള്ളൂ. എന്നെ ഗർഭിണിയാക്കി അയാൾ കടന്നു കളഞ്ഞു. നീ ധരിക്കുന്നത് പോലെയല്ല. അപ്പൊ ഹീറോ ചോദിക്കും, അയാളുടെ ഫോട്ടോയോ പേരോ വിവരോ എന്തെങ്കിലും നിനക്കറിയോന്ന്? ഒന്നും അറിയില്ല എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. എന്നാൽ ഹീറോയ്ക്ക് മനസ്സിലായി ലൂക്ക് തന്നെയാണ് ഇവളെ കുഞ്ഞിന്റെ അച്ഛനെന്ന്. ഈ കാര്യം ആ കുടുംബത്തോട് മറച്ചു വെച്ചത് വലിയ തെറ്റാണെന്ന് ഹീറോ പറയും. അത് കേട്ടുടനെ കൂട്ടുകാരി, എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല, എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നും പറഞ്ഞ് ഹീറോയെ ഇറക്കി വിടാണ്. ഹീറോ തിരിച്ച് ലോഡ്ജിലേക്ക് വരുമ്പോ അവിടെ പ്രിൻസിപ്പളെ ഭാര്യ ഹീറോയെ കാത്തിരിപ്പുണ്ടാവും. എന്താ പറ്റി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രിൻസിപ്പളെ ഭാര്യ പറയാണ്, പ്രിൻസിപ്പളെ കാണാനില്ല, ഞാൻ പേടിച്ചിട്ട് നിങ്ങളെ കാണാൻ വന്ന. ആരോടും പറയാത്ത ചില രഹസ്യങ്ങളുണ്ട്. ചില ആൾക്കാര് വൈകുന്നേരങ്ങളിൽ ഞങ്ങളെ വീടിന് ചുറ്റും വന്ന് ഞങ്ങളെ പേടിപ്പിക്കാറുണ്ട്. അവരാരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടാവോ എന്ന് ഞാൻ പേടിച്ചുപോയി. പ്രിൻസിപ്പളെ ഭാര്യ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പുള്ളിക്കാരൻ വരുന്നത്. അവൾ ഇച്ചിരി മൈൻഡ് അപ്സെറ്റ് ആണ്, കാര്യം കണ്ടതെന്ന് പറഞ്ഞ് പ്രിൻസിപ്പൾ ഇറങ്ങിപ്പോവും. അത് കഴിയുമ്പോൾ ലോക്കൽ പോലീസ് ഹീറോയെ കാണാൻ വരുന്നുണ്ട്. എലിയുടെ അച്ഛൻ എലിയുടെ അച്ഛനെ തല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് പോലീസിൽ പരാതിപ്പെട്ടിരിക്കുക. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അയാളെ കണ്ടപ്പോൾ സംസാരിച്ച് മാത്രമേ ഉള്ളൂ, ഞാൻ അയാളെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് ഹീറോ പോലീസുകാരനോട് പറയും. അപ്പൊ ലോക്കൽ പോലീസ് ആണെങ്കിൽ, എനിക്കിനി നിങ്ങളെ സഹായിക്കാൻ താല്പര്യമില്ല, കാരണം നിങ്ങളുമായിട്ട് ഒരു 20 വർഷം പഴയ കണക്ക് ഈ നാട്ടിലുണ്ട്. നിങ്ങൾ അതിനുവേണ്ടി എന്നെ ദുരുപയോഗപ്പെടുത്തുവാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഇനി നിങ്ങളുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് പുള്ളിക്കാരനെ ഇറങ്ങിപ്പോവും. ഹീറോയ്ക്കാണെങ്കിൽ തന്റെ കൂട്ടുകാരിയിൽ ഒരു സംശയം. അതുകൊണ്ട് പിറ്റേന്ന് പുലർച്ചെ ഹീറോ ആരും എഴുന്നേൽക്കാത്ത സമയത്ത് നേരെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് ചെന്ന് അവിടെയുള്ള സ്കൂളിന്റെ അക്കൗണ്ട് റെക്കോർഡ്സ് എല്ലാം എടുത്തുകൊണ്ട് വരും. അതെല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ മറ്റെന്തോ ഒരു സംഭവം ഹീറോയ്ക്ക് പിടികിട്ടുന്നുണ്ട്. $70,000 സ്കൂളിന് വേണ്ടി ഗ്രാൻഡ് വന്നിട്ടുണ്ട്. സോ ഇത് മനസ്സിലാക്കിയ ഹീറോ നേരെ ലോക്കൽ പോലീസിന്റെ അടുത്തേക്ക് ചെന്നിട്ട്, കാരൻ ഗ്രാൻഡ് എന്ന് എഴുതിയത് ആ കസിൻ ഗ്രാൻഡിന്റെ പേരല്ല, സ്കൂളിന് വന്ന ഫണ്ടിന്റെ പേരായിരുന്നു ഗ്രാൻഡ്. അതാണ് അവള് നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൽ മറ്റൊരു രഹസ്യം കൂടെ ഉണ്ട്, നമുക്കത് പരിശോധിക്കണം എന്ന് പറഞ്ഞ് ഹീറോ പോലീസുകാരനെ വിളിച്ചുകൊണ്ട് പോകും. എന്നിട്ട് ആ സ്കൂൾ ഫണ്ടിൽ നടന്ന തിരിമറി
ഹിസ്റ്ററിയെല്ലാം ഹീറോ പോലീസുകാരന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സംഭവം സ്കൂൾ റെനോവേഷന് വേണ്ടി ഒരു വലിയ ഗ്രൂപ്പ് $70,000 ഗ്രാന്റ് സ്കൂളിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഈ $70,000 പ്രിൻസിപ്പാൾ മറിച്ചു. അത് കാരൻ കണ്ടുപിടിക്കുകയുണ്ടായി. കാരൻ അത് ഭർത്താവായ ലൂക്കിനോട് പറഞ്ഞു. അപ്പോഴാണ് ലൂക്ക് ഈ കാര്യം കൂട്ടുകാരനായ നമ്മുടെ ഹീറോയുടെ അടുത്ത് പറഞ്ഞാലോ അവൻ അത് സോൾവ് ചെയ്തു തരും എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് ഹീറോയുടെ ന്യൂസ് പേപ്പർ കട്ടിംഗ് ആ ബുക്കിനകത്ത് വന്നത്. ഈ പ്രിൻസിപ്പാൾക്ക് നേരത്തെ ജോലി ചെയ്ത സ്ഥലത്ത് ചൂത് കളിക്കുന്ന ശീലം ഉണ്ടായിരുന്നു. അതിലയാൾ കുറെ പണം വാങ്ങി ഒരു വട്ടിപ്പലിശ കമ്പനിയിൽ വലിയ കടംകാരനായി. അവരാണ് ഇവരെ വീട്ടിൽ കയറി, അതായത് പ്രിൻസിപ്പാള് പണ്ട് താമസിച്ചിരുന്ന അയാളുടെ വീട്ടിൽ കയറി ഇവരെല്ലാം പിടിച്ച്, കുടുംബത്തെ എല്ലാം പിടിച്ച് ഭീഷണിപ്പെടുത്തിയത്. അവരെ പേടിച്ച് പ്രിൻസിപ്പാള് ഈ നാട്ടിലേക്ക് ഓടി വന്നു. എന്നാൽ അവർ ഈ നാട്ടിലേക്ക് വന്ന് വീണ്ടും അയാളെ പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. പണം തിരിച്ചു കൊടുക്കണമായിരുന്നു. ഇപ്പൊ പ്രിൻസിപ്പാളെ പിടിച്ചാൽ ബാക്കിയുള്ള രഹസ്യമെല്ലാം പുറത്തു വരുമെന്ന് ഹീറോ പോലീസുകാരനോട് പറയും. എന്നാൽ അന്നേ ദിവസം പ്രിൻസിപ്പാള് തന്റെ കാറുമായിട്ട് എങ്ങോട്ടും പോയിട്ടില്ല എന്ന് ലോക്കൽ പോലീസ് പറയുന്നുണ്ട്. അപ്പോഴാണ് ഹീറോ പറയുക, പ്രിൻസിപ്പാൾ എപ്പോഴാണ് അയാളുടെ കാർ എടുത്തിട്ടുള്ളത്? എല്ലാ സമയത്തും സൈക്കിളിലല്ല യാത്ര ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ ആരും അയാളെ സംശയിക്കാതിരുന്നത്. ഉടനെ ഇവര് പ്രിൻസിപ്പാളെ കാണാൻ പുറപ്പെടുന്നു. അതേ സമയത്ത് ഈ $70,000 കൊടുത്ത കമ്പനിയില്ലേ, ഗ്രാൻഡ് ആയിട്ട് കൊടുത്ത കമ്പനി, അവരെയും വിളിച്ച് ഇവര് അന്വേഷിക്കുന്നുണ്ട്. പണം ട്രാൻസ്ഫർ ആയോ എന്ന്. കൺഫേം ആയിട്ട് ട്രാൻസ്ഫർ ആയെന്ന് അവർ പറയും. ഇതും കേട്ട് പോലീസുകാർ വന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് സ്കൂളിൽ അവിടുത്തെ PA പ്രിൻസിപ്പാളോട് പറയും, ആ ഗ്രാൻഡ് കമ്പനിയിലെ ഹെലൻ വിളിച്ചിരുന്നു. അവരയച്ച പണത്തെ പറ്റി ചോദിക്കാനാണത്രേ. നിങ്ങൾ വരുന്നത് വരെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. നിങ്ങളൊന്ന് തിരിച്ചു വിളിക്കാമോ എന്ന് ചോദിക്കുക. ഇത് കേട്ടുടനെ പ്രിൻസിപ്പാൾക്ക് മനസ്സിലായി തന്റെ കാര്യം വെളിച്ചത്ത് വരാൻ പോവാണെന്ന്. അയാൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി പുറത്തേക്ക് വരുന്നു. അപ്പോഴാണ് ഹീറോ പോലീസുമായിട്ട് അങ്ങോട്ട് വരുന്ന കാണുക. ഉടനെ അയാൾ പുറത്തേക്ക് ഓടിപ്പോ. ഹീറോയും ലോക്കൽ പോലീസും ചെല്ലുമ്പോൾ അയാളെ കാണുന്നില്ല. പക്ഷെ അയാളുടെ കുട്ടി ആ സ്കൂളിൽ തന്നെയുണ്ട്. സോ മോളെ വിട്ട് അയാൾ രക്ഷപ്പെടാനുള്ള ചാൻസ് ഇല്ല. അപ്പോഴാണ് സ്കൂൾ കോമ്പൗണ്ടിന് വെളിയിലുള്ള ഒരു വർക്കിംഗ് ഷെഡിനകത്തേക്ക് ഇയാൾ ഓടിപ്പോകുന്നത് ഹീറോയും പോലീസും കാണാം. ഇവരും പുറകെ ഓടി ചെല്ലുമ്പോൾ പ്രിൻസിപ്പാൾ വർക്കിംഗ് ഷെഡും വിട്ട് കാട്ടിലേക്ക് എങ്ങോട്ടോ ഓടി രക്ഷപ്പെട്ടു. ഈ വർക്കിംഗ് ഷെഡിനകത്ത് കൂട്ടുകാരനെയും കുടുംബത്തെയും കൊല്ലാൻ ഉപയോഗിച്ച ബുള്ളറ്റുകൾ കാണും. സോ വീണ്ടും ഉറപ്പായി ഇവരും അയാൾ ഓടിപ്പോയ ഭാഗത്തേക്ക് കാടിനകത്തേക്ക് ഓടിച്ചെല്ലുന്നു. അപ്പൊ ഈ പ്രിൻസിപ്പാൾ കയ്യിൽ ഒരു കന്നാസ് മണ്ണെണ്ണയുമായിട്ട് ഇവരെ കാത്തിരിക്കുക. അയാൾ പറയും, ഞാൻ ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു, സംഭവിച്ചു പോയി, എന്റെ അടുത്തേക്ക് വരണ്ടാന്നും പറഞ്ഞ് അയാൾ ലൈറ്റർ കത്തിച്ച് കാണിക്കുന്നു. ഇത് കണ്ടുടനെ ഹീറോ പറയും, നിങ്ങൾ അബദ്ധമൊന്നും കാണിക്കരുത്, ഉണങ്ങി വരണ്ട് കിടക്കുന്ന കാടാണിത്, തീ പിടിച്ചാൽ പിന്നെ അണയ്ക്കാൻ പറ്റില്ല, തൊട്ടടുത്താണ് സ്കൂളുള്ളത്, അവിടെ കുട്ടികളുണ്ട്, നിങ്ങളുടെ മോളും അവിടെയാണ് പഠിക്കുന്നത്, ദയവേത് അബദ്ധം കാണിക്കരുത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ഒരുപാട് ഇഷ്ടമാണെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ ആ പ്രിൻസിപ്പാൾ പറയും, ഞാൻ ഇതെല്ലാം ചെയ്തത് എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടായിരുന്നു, അവന്മാരിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ ഈ നാട്ടിലേക്ക് വന്നത്, പക്ഷെ അവന്മാര് ഞങ്ങളെ കണ്ടുപിടിച്ചു, എന്റെ കുഞ്ഞിന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ടാണ് അവന്മാര് ഭീഷണിപ്പെടുത്തിയത്, അവന്മാരെ ശല്യം ഒഴിയാൻ എനിക്ക് ആ പണം വേണമായിരുന്നു, അതുകൊണ്ടാണ് ആ പണം ഞാൻ മാറ്റിയെടുത്തത്. ഹീറോ അയാളെ സമാധാനിപ്പിക്കാൻ വേണ്ടി എല്ലാവർക്കും അത് മനസ്സിലാക്കും, ദയവേത് ഞങ്ങൾ പറയുന്നത് കേൾക്കൂ, അബദ്ധം കാണിക്കരുത്. ഇത് കേൾക്കുമ്പോൾ പ്രിൻസിപ്പാൾ പറയും, ആർക്കും മനസ്സിലാവില്ല, ഞാൻ ചെയ്ത് വലിയ തെറ്റാണെന്ന് എനിക്കറിയാം, ആരും മനസ്സിലാക്കണ്ട, ഒന്ന് മാത്രം എന്റെ ഭാര്യയോട് പറയൂ, ആ കൊച്ചു പയ്യനെ ഉപദ്രവിക്കണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഇത് അയാൾ പറയുമ്പോൾ തന്നെ ഇയാൾ എങ്ങനെയാണ് ആ കുടുംബത്തെ ഇല്ലാതാക്കിയത് എന്ന ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ശരീരത്തെ എണ്ണയൊഴിച്ച് അയാൾ തീ വയ്ക്കും. കത്തി അമരുമ്പോഴാണ് ഈ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ലൂക്കിനെ ഫാമിൽ വെച്ച് എന്നെ ആക്രമിച്ച് അയാളെ തോക്ക് ഉപയോഗിച്ച് ലൂക്കിനെ വെടിവെച്ച് കൊന്നു. എന്നിട്ട് ലൂക്കിന്റെ തോക്ക് അവന്റെ കയ്യെത്തും ദൂരത്ത് വെച്ചു കൊടുത്തിട്ട് ലൂക്കിന്റെ വീട്ടിലേക്ക് വന്ന് ഭാര്യയെ വെടിവെച്ച് കൊന്നു. ആ സമയത്ത് കുഞ്ഞവിടെ ഉണ്ടാവുമെന്ന് ഇയാൾ പ്രതീക്ഷിച്ചല്ല. പക്ഷെ കുഞ്ഞിത് കണ്ടിട്ട് ഒളിക്കാൻ വേണ്ടി മുറിക്കകത്ത് പോയി കബേർഡിനുള്ളിൽ ഒളിച്ചിരുന്നു. ഇയാൾ അവിടെയും ചെന്ന് ആ പയ്യനെ കൊന്നിട്ട് വരുന്ന വഴി കൊച്ചു കുഞ്ഞിനെ കാണുന്നുണ്ട്. അതിനെ കൊല്ലേണ്ട ആവശ്യമില്ലല്ലോ, അതൊരു വിറ്റ്നസ് ആവില്ല. സോ അതിനെ കൊല്ലാതെ അയാൾ വെറുതെ വിടുന്നു. ഇപ്പൊ പ്രസന്റിൽ അയാൾ കത്തി കരിഞ്ഞുകൊണ്ടിരിക്കാവും ഹീറോ ആ തീ അണയ്ക്കാൻ ശ്രമിക്കുന്നു. അവിടെ നിന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ അടുത്ത സീനിൽ ഹീറോ ആശുപത്രിയിൽ കണ്ണു തുറക്കുന്നതാണ് കാണിക്കുന്നത്. അവന്റെ 2 കൈകൾക്കും പൊള്ളലേറ്റിട്ടുണ്ട്. അവനെ പോലെ തന്നെ തീ അണയ്ക്കാൻ ശ്രമിച്ച ലോക്കൽ പോലീസുകാരനും നല്ല രീതിയിൽ പൊള്ളലേറ്റിട്ടുണ്ട്. വില്ലൻ പ്രിൻസിപ്പാൾക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ തിരിച്ചറിയാൻ പറ്റാത്ത വിധം അയാളുടെ ശരീരം മുഴുവൻ പൊള്ളിപ്പോയിട്ടുണ്ട്. എന്നാലും ജീവനുണ്ടെന്ന് പോലീസുകാരന്റെ ഭാര്യ പറയും. അത് കഴിയുമ്പോൾ അങ്കിളും ആന്റിയും കാണാൻ വരുന്നുണ്ട് ഹീറോയെ. അവരൊരുപാട് നന്ദി പറഞ്ഞിട്ട് ആ നാടിനെയും നാട്ടിലെ കുട്ടികളെയും രക്ഷപ്പെടുത്തിയതിന് ഹീറോയെ പ്രശംസിക്കും. നാട്ടുകാരെല്ലാവരും അവരെ നന്ദി പറയാൻ വേണ്ടി കാത്തിരിപ്പുണ്ടെന്ന് ഹീറോയോട് പറയും. ഹീറോ അവരോട് ബൈ പറഞ്ഞിട്ട് നേരെ ലോഡ്ജിലേക്ക് ചെന്ന് കാണുന്നവരോടെല്ലാം ബൈ പറഞ്ഞ് ആ നാട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്. അപ്പോഴായിരിക്കും കൂട്ടുകാരി ഹീറോയെ കാണാൻ വരിക. ഞാൻ കുറച്ച് ദേഷ്യത്തിലായിരുന്നു, അതുകൊണ്ടാണ് നിന്നോട് മിണ്ടാതിരുന്നത്, എന്നോട് പൊറുക്ക്, നീ പറഞ്ഞത് ശരിയാ, എനിക്കതിൽ കുറ്റബോധമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ, ഞാൻ ചൂസ് ചെയ്ത പാത്ത് അങ്ങനെയായിപ്പോയി. അവന് കാരന് ഇഷ്ടപ്പെട്ടു, പിന്നെ ഞാൻ തടസ്സം നിന്നില്ല, അവര് ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ മറ്റൊരു കാര്യം, ഒരുപാട് വർഷങ്ങളായി ഞാൻ നിന്നോട് പറയാൻ വെച്ചിരുന്ന
പറയാൻ കഴിഞ്ഞില്ല. ഞാൻ എലിയെ കണ്ടിരുന്നു. അവൾ മരിക്കുന്ന ദിവസം ഞാൻ എലിയെ കണ്ടിരുന്നു. ഞങ്ങൾ 3 പേരും ഒരുമിച്ചാണ് റിവറിനടുത്തേക്ക് പോയത്, ലൂക്കിന്റെ കാറിൽ. അന്ന് അവള് മാത്രമാണ് തോടിനടുത്തേക്ക് ഇറങ്ങി നടന്നു പോയത്. എനിക്ക് ലൂക്കിനോടൊപ്പം പോകണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവളെ അവിടെ വിട്ടിട്ട് ഞാനും ലൂക്കും കൂടെയാണ് മറ്റൊരു സ്ഥലത്തേക്ക് പോയത്. ഒരുപക്ഷെ അന്ന് അവളുടെ കൂടെ ഞാൻ പോയിരുന്നെങ്കിൽ അവൾക്കിത് സംഭവിക്കില്ലായിരുന്നു. പറ്റിപ്പോയി. സോ നിന്നെപ്പോലെ തന്നെ ഞാനും ഒന്ന് നുണ പറഞ്ഞിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കുമെന്നും പറഞ്ഞ് കൂട്ടുകാരി ഹീറോയ്ക്ക് ഒരു ഉമ്മയും കൊടുത്തിട്ട് അവിടുന്ന് നടന്നു പോകും. അത് കഴിയുമ്പോൾ ഹീറോ അവസാനമായി എലിക്കിഷ്ടമുള്ള ആ പാറക്കെട്ടിനടുത്തേക്ക് വരുന്നു. അപ്പോഴാണ് ഈ പാറക്കെട്ടിനകത്ത് ഒരു ബാഗ് കിടക്കുന്ന ഹീറോ കാണാം. പരിശോധിച്ച് നോക്കുമ്പോൾ എലിയുടെ വസ്ത്രങ്ങളും അവളുടെ പേഴ്സും അതിനകത്തുണ്ട്. സോ എലി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പുറപ്പെട്ടതായിരുന്നു. അത് അതിൽ നിന്ന് വ്യക്തമാണ്. ഈ എലിയുടെ ഒരു ഡയറിയും ആ ബാഗിനകത്തുണ്ടായിരുന്നു. അന്നേ ദിവസം എലി സ്പോട്ടിലേക്ക് വന്ന് ഹീറോ കൊടുത്ത ആ ലെറ്റർ മാത്രം എടുത്തിട്ട് ബാഗ് പാറക്കെട്ടിനിടയിലേക്ക് വെച്ചിട്ട് ഹീറോയെ കാണാൻ ചെന്നു. അന്നൊരു പക്ഷേ ഹീറോയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവൾക്ക് ആ നാട് വിട്ടു പോകാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ടായിരുന്നിരിക്കണം അവനെ ദൂരെ നിന്നും കണ്ടിട്ട് അവൾ പുറപ്പെട്ടത്. ഈ ഡയറിയിൽ എലിയുടെ അച്ഛൻ അവളെ ദിവസേന പീഡിപ്പിക്കുമായിരുന്നു. അത് അവൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇയാളെ പീഡനം കാരണമാണ് അമ്മ ചെറുപ്പത്ത് തന്നെ ഇവരെ വിട്ടിട്ട് പോയത്. സ്വന്തം മോളാന്ന് നോക്കാതെ അയാൾ എന്റെ ദേഹത്ത് കൈവച്ചു എന്ന് അവൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ എന്റെ സമയമാണ്, ഞാനും ഈ നാടും വീടും വിട്ടു പോവാണെന്നും പറഞ്ഞ് അവൾ ഡയറിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. എലി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് മനസ്സിലാക്കിയ ഉടനെ അവളുടെ അച്ഛൻ ആ കസിൻ പയ്യനെയും വിളിച്ച് എലിയെ അന്വേഷിച്ചിറങ്ങി. അവൾ എപ്പോഴും വരുന്ന സ്ഥലത്തേക്ക് അയാളും വന്നു. ആ കസിൻ പയ്യൻ ഗ്രാൻഡിനെ കാറിൽ തന്നെ ഇരുത്തിയിട്ട് ഇയാൾ എലിയെ അന്വേഷിച്ച് കാടിനകത്തേക്ക് വരികയായിരുന്നു. അവൾ രക്ഷപ്പെട്ടു പോകാൻ നിൽക്കുന്നത് അച്ഛൻ കണ്ടു. അവളെ പിടിച്ചുപദ്രവിക്കുന്നതിന്റെ ഇടയ്ക്കാണ് വെള്ളത്തിൽ മുങ്ങി എലി മരണപ്പെടുന്നത്. ഇതാണ് അന്ന് സംഭവിച്ചത്. ഇപ്പൊ പ്രസന്റിൽ തന്റെ കൈകൊണ്ടാണ് എലി മരണപ്പെട്ടത് എന്ന സത്യം മറച്ചുവെച്ച് പുഴുങ്ങി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എലിയുടെ അച്ഛൻ. അയാളെ കാണുമ്പോൾ കുറ്റബോധമൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ കുറ്റബോധമുള്ള ആളാണെങ്കിൽ പോയി ജയിലിൽ കിടക്കണ്ടേ? ഹീറോയെ എന്തിനാ കുറ്റപ്പെടുത്തുന്നു? എന്നിട്ട് നാട്ടുകാരെ മുന്നിൽ നല്ല വേഷം കിട്ടുന്ന എന്തിനാ? ആ കിളവനെ പിടിച്ച് നല്ല ഇടി കൊടുക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിൽ തോന്നുന്നുണ്ടാവും. അതന്നെയാണ് ഹീറോയ്ക്കും തോന്നുന്നു. ഹീറോ ദേഷ്യത്തോടെ ആ ബാഗും എടുത്ത് പുറപ്പെടുന്നുണ്ട്. ആവശ്യത്തിനുള്ള തെളിവായി ഇനി നേരെ ചെന്ന് ഇടിക്കുക, ജയിലിൽ പൂട്ടിയിടുക. അതാണ് ഹീറോ ചെയ്യാൻ പോകുന്നത്. ബാക്കിയുള്ളതൊക്കെ ഊഹിച്ചെടുത്തോന്നും പറഞ്ഞ് സംവിധായകൻ സിനിമ അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അങ്ങനെ ദ ഡ്രൈ എന്ന സിനിമ അവസാനിച്ചു. സോ ഗൈസ്, എങ്ങനെയുണ്ട് ഈ സിനിമ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി ത്രില്ലിംഗ് മൂവിയായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ.